Hi dears, welcome back to my channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമ്പഴങ്ങ എങ്ങനെയാണ് ഉപ്പിലിടുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അടുത്ത് നല്ല ഇളം അമ്പഴങ്ങ കിട്ടി കുറച്ച്. അപ്പോൾ അത് ഞാൻ ഉപ്പിലിടാൻ പോവാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അതിനുശേഷം ഇതുപോലൊരു കുപ്പി എടുക്കുക. ഗ്ലാസ് ബോട്ടിൽ എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇങ്ങനെ ഉപ്പിലിടുന്ന സാധനങ്ങളൊക്കെ എപ്പോഴും ഗ്ലാസ് ബോട്ടിൽ തന്നെ ഇടുമായിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ അത്രയും വലിയൊരു കുപ്പി ഇല്ലാത്ത കാരണം ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് അമ്പഴങ്ങ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുള്ള അമ്പഴങ്ങയാണ്. പിന്നെ അതിൻ്റെ ഞെട്ടി കളയാതെ വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോർക്ക് കൊണ്ട് കുത്തുമ്പോൾ അങ്ങോട്ട് കറക്റ്റായിട്ട് പോണില്ല. അത് കാരണം ഞാൻ കത്തി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ വേഗം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും. വേഗത്തിൽ ആവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ വെറുതെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറേ സമയം എടുക്കും ഇതിൻ്റെ ഉള്ളിൽ ഉപ്പൊക്കെ പിടിച്ച് വരാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇത്തിരി കൂടി വേഗം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കത്തി കൊണ്ടൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് ഈ മഴക്കാലമൊക്കെ ആയാൽ, മഴക്കാലം എന്ന് മാത്രമല്ല എല്ലാ സമയത്തും നമുക്ക് ഉപ്പിലിട്ടത് കൂട്ടി കഞ്ഞി കുടിക്കാനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുകൊണ്ട് അച്ചാറിടാനും എല്ലാം നല്ലത് തന്നെയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. അത് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ അമ്പഴങ്ങയിലേക്ക് പിടിക്കാൻ പാകത്തിനുള്ള അത്ര ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ അമ്പഴങ്ങയിലേക്ക് കുറച്ച് മുളക് കീറിയിടാം. അപ്പോൾ ചീനിമുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചമുളക് ഇട്ടാലും മതി. അതൊക്കെ ഒന്ന് കീറിയിട്ടതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വിനാഗിരി വേണമെങ്കിൽ വെള്ളം തിളപ്പിക്കുന്നതിലേക്ക് തിളപ്പിച്ചിട്ട് ഒഴിക്കാം. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഒഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചൂടാറിയിട്ടുള്ള നമ്മുടെ ഉപ്പുവെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിറച്ച് ഒഴിക്കണം. അമ്പഴങ്ങയൊക്കെ മുങ്ങി കിടക്കുന്ന അത്രയും മുകളിലായിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കുപ്പിയിൽ കറക്റ്റാണ്. ഇനി ഒഴിച്ച് കഴിഞ്ഞാൽ ഒഴിക്കാൻ സ്ഥലമില്ല, ഇത്രേ കൊള്ളുള്ളൂ. അപ്പോൾ ഞാനത് അവിടെ വെച്ച് നിർത്തി. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇത് നല്ല എയർ ടൈറ്റായിട്ട് തന്നെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഭരണി ഉണ്ടെങ്കിലൊക്കെ അതിലിട്ട് വയ്ക്കായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം നാൾ കേടുകൂടാതെ ഇരിക്കും. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലാവുമ്പോൾ പെട്ടെന്ന് കേട് വരും കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 5 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പുറമെ നോക്കുമ്പോഴൊക്കെ നന്നായിട്ട് ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കി, അപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എടുത്തിട്ട് നോക്കാം. കണ്ടില്ലേ, ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്തിട്ടുള്ള കാരണം പെട്ടെന്ന് തന്നെ ഉപ്പൊക്കെ അതിലേക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം ആയിട്ടോ. ഞെട്ടോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇനി ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം ഉൾഭാഗം എങ്ങനെയാണെന്ന്. അപ്പോൾ ഉള്ളൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അമ്പഴങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ഫ്രണ്ട്സ്.